എന്തായാലും എല്ലാവരും ഇത് മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഹായ് ഗൈസ്, നമ്മുടെ റോഡ് പണി ഏകദേശം തീരാറായി. റോഡ് പണി തുടങ്ങിയത് പോലെ നമ്മൾ വണ്ടി ഇടുന്നത് സേഫിന്റെ വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്ററോളം ദൂരമുണ്ട് സേഫിന്റെ വീട്ടിലേക്ക്. ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും 1 കിലോമീറ്റർ നടക്കുന്നുണ്ട്. ഇന്നത്തെ കന്നി ഓട്ടം എന്തായാലും കിട്ടിയത് ബാത്ത് വിഷനിൽ നിന്നാണ്. നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ബില്ലടിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം അവന്മാർ സെറ്റ് ചെയ്ത് വെക്കും. ഡെയിലി 100 കണക്കിന് കസ്റ്റമേഴ്സിന്റെ സാധനങ്ങളാണ് എടുത്ത് വെക്കുക. അതുകൊണ്ട് തന്നെ ഇവരുടെ ജോലി ഭയങ്കര ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ടതാണ്. ഏതായാലും സാധനം മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ഓടാൻ നിൽക്കണം. ഇത് നമ്മൾ ജസ്റ്റ് ഫോർമാലിറ്റി കാര്യങ്ങളൊന്നും അല്ല, ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എല്ലാവരും ഒത്തുചേർന്ന് നല്ലൊരു സിസ്റ്റം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് തന്നെ കസ്റ്റമേഴ്സിന്റെ വിശ്വാസമാണ് നമ്മുടെ കമ്പനിയുടെ വിജയം. ഏകദേശം 6-7 വർഷമായി ഞാനിവിടെ കണ്ട് ഓടുന്നത്. മെറ്റീരിയൽ ക്വാളിറ്റിയിൽ ഒട്ടും കുറവ് വരുത്താത്തതുകൊണ്ടും ജില്ല വിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ കമ്പനിക്കുണ്ട്. വർഷങ്ങൾ നീണ്ട പ്രവാസത്തിനൊടുവിൽ നമ്മളോടൊപ്പം ജോലി ചെയ്യുന്ന നിസാറിക്കാണ് നമ്മുടെ പ്രചോദനം. നെക്സ്റ്റ് ഓട്ടം നമുക്ക് കിട്ടിയത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക് കൊണ്ടുപോകുന്ന ഓട്ടമാണ്. ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് തന്നെ ഓട്ടം കുറവാണ്. ആ ഓട്ടം കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വിട്ടു. എന്തായാലും കുറച്ചു നേരം വീട്ടിൽ വന്ന് TV ഒക്കെ കണ്ട് റെസ്റ്റ് എടുത്തു. നൈറ്റിൽ പിന്നെ നമ്മുടെ അയൽവാസിയുടെ വീട്ടിൽ മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ പിള്ളേരോട് പോയി ഫുഡ് അടിച്ചു. ഉൾപ്പൊക്കെ എന്തായാലും ഐസ്ക്രീം കണ്ടപ്പോഴത്തേക്ക് മറ്റു ഫുഡോ കാര്യങ്ങളൊന്നും വേണ്ട, ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്നു. വർഷങ്ങൾ നീണ്ട ഇടവേളകളിൽ മാത്രം അപൂർവമായി കാണപ്പെടുന്ന ഒരു കാഴ്ചയാണ് ജൂപ്പിറ്ററും ചന്ദ്രനും അടുത്തടുത്ത് വരുന്നത്. ഈ വർഷം ഇത് കാണപ്പെടുന്നത് വെച്ചാൽ നമ്മുടെ ഡിസംബർ 6-7 തീയതികളിൽ. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത് ഡിസംബർ 6 തീയതിയാണ്. നാളത്തെ ദിവസം ഇത് കുറച്ചുകൂടെ അടുത്തായിട്ട് നമുക്ക് കാണപ്പെടുന്നതാണ്. എന്തായാലും എല്ലാവരും ഇത് മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. സംഭവം ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ബോണസ് ആയിട്ട് അടുത്തൂടെ ഒരു ജെറ്റ് വിമാനോടെ പോയി. ഇപ്പൊ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.